പുറത്തുവെച്ച ഈ ബോർഡ് പോലും ഇളകി വീഴുന്ന തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് ഐഡിയലി കഫേയുടെ അകത്ത് അന്ന് സംഭവിച്ചത്. അതായത് രാജ്യാന്തര മത്സരങ്ങൾക്ക് വേദിയാകുന്ന കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ കൂടി വിരൽ ചൂണ്ടുന്നതാണ് അന്നുണ്ടായ അപകടം. പതിനായിരങ്ങൾ ഒത്തുചേരുന്ന കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ സ്ഥിതി ഇതാണ്. കാലാവധി കഴിഞ്ഞ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, കാലിയായ ഫയർ ബോക്സുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നു. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിനകത്ത് കണ്ട മുഴുവൻ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും അതുപോലെ കാലാവധി കഴിഞ്ഞവ തന്നെയാണ്. ജനുവരി 9-നാണ് സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന കടകളിലെ ഗ്യാസ് സിലിണ്ടറുകളുടെ ഉപയോഗം നിർത്തിവെക്കണമെന്ന് GCDA കട ഉടമകൾക്ക് നോട്ടീസ് നൽകിയത്. സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള തുടർ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ തോന്നും പോലെ നടപ്പാതയിൽ ഉൾപ്പെടെ സിലിണ്ടറുകൾ വെച്ചിരിക്കുകയും ചെയ്യുന്നു. അപകടാവസ്ഥയിലായ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര അടക്കമുള്ള വിഷയങ്ങൾ നിരവധി തവണ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടി മാത്രം ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ പൗളി പറയുന്നു. സ്റ്റേഡിയത്തിന്റെ കടകളുടെ മുൻവശത്ത് കൂടി പവർ കേബിൾ പോകുന്നുണ്ട്, എർത്തിങ് പോകുന്നുണ്ട്. ഈ എർത്തിങ് പോകുന്ന വഴികളിൽ മെറ്റൽ വിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു കാരണവശാലും സ്ലാബ് ഇടുകയോ ഏതെങ്കിലും കാരണവശാൽ അപകടം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെയാണ് പല ഷോപ്പുകാരും കോൺക്രീറ്റ് ചെയ്ത് അവിടെ സീറ്റ് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ആക്കി മാറ്റിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂര നിർമ്മിച്ച് 2019 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഈ 9 വർഷക്കാലം യാതൊരു വിധത്തിലുള്ള മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം റിപ്പോർട്ട് കൊടുത്തുള്ളൂ, ഒരു കാരണവശാലും മേൽക്കൂര ഉപയോഗിക്കാൻ കഴിയില്ല എന്ന്. 2019 അങ്ങനെ ഒരു റിപ്പോർട്ട് കെട്ടി ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കഴിഞ്ഞിട്ടും അതിനെതിരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഐഡിയലി കഫേയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ സ്റ്റേഡിയത്തിന് ബലക്ഷയം സംഭവിച്ചുവെന്ന ആശങ്കയും ശക്തമാണ്. തുടർ പരിശോധനകൾ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്റ്റേഡിയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയം ഉണ്ടായോ എന്നത് പരിശോധിക്കാനാണ് GCDയുടെ നീക്കം. പക്ഷേ അപ്പോഴും രാജ്യാന്തര മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും അലക്ഷ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഗ്യാസ് സിലിണ്ടർ വിഷയത്തിൽ ഉൾപ്പെടെ ആ വീഴ്ച പ്രകടമാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.